അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. ഈ ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലം മുതൽ ഏറ്റവും വലിയ സോളാർ ഫാം വരെ സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലാണ്. മെഗാ പ്രൊജക്ടുകളിലും ആധുനിക സാങ്കേതിക വിദ്യയിലും ഒരുപാടധികം നേട്ടങ്ങൾ കൈവരിക്കാൻ നമ്മുടെ രാജ്യത്തിന് സാധിച്ചിട്ടുണ്ട്. സോ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യയിൽ വരാൻ പോകുന്ന ടോപ്പ് 10 മെഗാ പ്രൊജക്ട്സിനെ പറ്റിയാണ്. നമ്പർ 1, ദ ചേനാബ് ബ്രിഡ്ജ്. ഇന്ത്യയിൽ നിലവിലുള്ള പല മെഗാ പ്രൊജക്ട്സും നിർമ്മിക്കപ്പെടുന്നത് ഇന്ത്യയിലുള്ള വിവിധ പ്രദേശങ്ങളെ ഒന്നിപ്പിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. അത്തരത്തിലുള്ള ഒരു പ്രൊജക്റ്റാണ് ചേനാബ് ബ്രിഡ്ജ്. $180 മില്യൺ ചെലവഴിച്ചാണ് ഈ ബ്രിഡ്ജ് നിർമ്മിക്കുന്നത്. 1315 മീറ്ററാണ് ഇതിന്റെ നീളം. ജമ്മു കാശ്മീരിലാണ് ഈ ബ്രിഡ്ജ് സ്ഥിതി ചെയ്യുന്നത്. ചേനാബ് നദിയിൽ നിന്ന് 359 മീറ്റർ ഉയരത്തിലായിട്ടാണ് ഈ ബ്രിഡ്ജ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിന് ഈഫൽ ടവറിനേക്കാളും ഉയരമുണ്ട്. അതുമാത്രമല്ല, നമ്മുടെ ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാളമാണ് ഇത്. ഈ ബ്രിഡ്ജ് നിർമ്മിക്കുന്നതിന് മുമ്പ് വരെ കാശ്മീരിനെയും മറ്റ് ഇന്ത്യയിലുള്ള സ്ഥലങ്ങളെയും പരസ്പരം ബന്ധിപ്പിക്കുന്ന ലാൻഡ് റൂട്ട് എന്നുള്ളത് ശ്രീനഗർ ജമ്മു നാഷണൽ ഹൈവേ മാത്രമായിരുന്നു. പക്ഷേ ശീതകാലമായിട്ടുണ്ടെങ്കിൽ കനത്ത മഞ്ഞ് വീഴ്ച മൂലം ഇതിലൂടെയുള്ള യാത്ര വളരെ ദുർഘടമായി മാറും. അതുകൊണ്ട് തന്നെ ഈ ഒരു ദേശീയപാത എല്ലാ വർഷവും ഈ ഒരു സമയത്ത് കുറച്ച് ആഴ്ചകൾക്ക് പൂർണ്ണമായും അടച്ചിടും. ഈ ഒരു പ്രശ്നത്തിനുള്ള ഏറ്റവും വലിയ ഒരു പരിഹാരമാണ് ഈ വർഷം അവസാനം തുറക്കാൻ പോകുന്ന ഈ ഒരു ചേനാബ് ബ്രിഡ്ജ് എന്നുള്ളത്. ഇതിലൂടെ ഗതാഗതം മാത്രമല്ല എളുപ്പമാകുന്നത്, അതിനോടൊപ്പം തന്നെ പുതിയ തന്ത്രപരമായ നീക്കങ്ങളിലൂടെ ആ പ്രദേശത്തിന്റെ മുഴുവൻ നിയന്ത്രണവും ഏറ്റെടുക്കാൻ ഇത് ഇന്ത്യ ഗവൺമെന്റിനെ സഹായിക്കും. നമ്പർ 2, പാലസ് റോയൽ മുംബൈ. ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനമായ മുംബൈ അമ്പരചുംബികളാൽ നിറഞ്ഞ കെട്ടിടങ്ങൾ കൊണ്ട് വളരെ സമ്പന്നമാണ്. ഇതിൽ മുംബൈയിൽ തന്നെയുള്ള ഏറ്റവും ഉയരം കൂടിയ അമ്പരചുംബിയായ കെട്ടിടമാണ് പാലസ് റോയൽ. $380 മില്യൺ ചെലവഴിച്ച് നിർമ്മിക്കുന്ന ഈ കെട്ടിടത്തിന്റെ ഉയരം 320 മീറ്ററാണ്. വർഷങ്ങളോളം നീണ്ടുനിന്ന കാത്തിരിപ്പിന് ശേഷം ഇപ്പോഴാണ് ഇതിന്റെ പണികൾ പൂർത്തിയാകുന്നത്. 2008 ഈ കെട്ടിടത്തിന്റെ നിർമ്മാണ പണികൾ ആരംഭിച്ചത്. എന്നാൽ ചില നിയമ തടസ്സങ്ങൾ കാരണം കൊണ്ടും മറ്റു പല കാരണങ്ങൾ കൊണ്ടും കെട്ടിടത്തിന്റെ നിർമ്മാണം വൈകുന്നതിനും ചിലവ് കൂടുന്നതിനും കാരണമായി. ശേഷം നിയമ തടസ്സങ്ങളെല്ലാം ഒഴിവാക്കി 2018 വീണ്ടും കെട്ടിടത്തിന്റെ നിർമ്മാണം പുനരാരംഭിച്ചു. പക്ഷേ മുൻഭാഗത്തെയും അകത്തെയും പണികൾ വീണ്ടും നിർത്തിവെക്കേണ്ടി വന്നു. അങ്ങനെ ഒരു വർഷത്തിനു ശേഷം ഈ കെട്ടിടം $85 മില്യൺ ലേലം ചെയ്ത് വിറ്റുപോയി. ശേഷം സുപ്രീം കോടതി വീണ്ടും നിർമ്മാണം തുടരാനുള്ള അനുമതി നൽകി. 2023 ഡിസംബറോടുകൂടി ഇതിന്റെ നിർമ്മാണം പൂർണ്ണമായും പൂർത്തിയാക്കാൻ സാധിക്കും. $380 മില്യൺ ആണ് ഇതിന്റെ നിർമ്മാണ ചെലവ്. എന്നാൽ ഇനി പറയാൻ പോകുന്ന മെഗാ പ്രൊജക്ടിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത് വളരെ ചെറുതാണ്. 3, സോജില ഇസഡ്മോർ ടണൽ പ്രൊജക്ട്സ്. $1.2 ബില്യൺ പ്രൊജക്റ്റാണ് ഇത്. കാശ്മീരിലാണ് ഈ $1 ബില്യൺ പ്രൊജക്ട് നടപ്പിലാകുന്നത്. കാശ്മീരിനെയും ലഡാക്കിനെയും പരസ്പരം ബന്ധിപ്പിക്കുന്ന ഒരു വലിയ ടണൽ ഇവിടെ നിർമ്മിക്കുന്നുണ്ട്. ഇതിൽ തന്നെ ശ്രീനഗർ ലേ ഹൈവേയിൽ സ്ഥിതി ചെയ്യുന്ന 2 പ്രധാനപ്പെട്ട ടണലുകളാണ് സോജില ആൻഡ് സെഡ്മോർ ടണൽ 6.5 കിലോമീറ്റർ നീളത്തിൽ ശ്രീനഗറിനെയും ലഡാക്കിനെയും പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ട് ശീതകാലത്തും ഇതിലൂടെയുള്ള യാത്ര വളരെ എളുപ്പമാക്കുന്നു. ഇനി ഏറ്റവും വലിയ ടണലാണ് സോജില ടണൽ. ഇതിന്റെ നീളം 141 കിലോമീറ്റർ ആണ്. ഇത് ശ്രീനഗറിനെയും ലേയെയും പരസ്പരം ബന്ധിപ്പിക്കുന്നു. ഈ ടണൽ നിർമ്മിച്ചിരിക്കുന്നത് ഇന്ത്യയിലെ തന്നെ വളരെ ദുർഘടമായ ഭൂപ്രദേശത്താണ്. ഇതിന്റെ ഹൈറ്റ് 3500 മീറ്റർ ആണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഉയരം കൂടിയ വെഹിക്കുലർ ടണലാണ് ഇത്. 2024 ഈ 2 ടണലിന്റെയും പണികൾ പൂർത്തിയാകും. നമ്പർ 4, മുംബൈ കോസ്റ്റൽ റോഡ് പ്രൊജക്ട്. മുംബൈയിലെ ആളുകൾ ഏറ്റവും കൂടുതലായി അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ് അവിടെയുള്ള യാത്രാ തിരക്ക് എന്നുള്ളത്. മുംബൈയിൽ നിലവിൽ അനുവദനീയമായ വാഹനങ്ങളുടെ വേഗത എന്നുള്ളത് മണിക്കൂറിൽ ശരാശരി 25 കിലോമീറ്റർ ആണ്. ഈ ഒരു പ്രൊജക്ട് വരുന്നതിലൂടെ ഈ പ്രശ്നത്തിന് വലിയൊരു പരിഹാരമാകും. $1.7 ബില്യൺ മുടക്കി നിർമ്മിക്കുന്ന ഈ പ്രൊജക്റ്റിലൂടെ ഈ നഗരത്തിന് 29 കിലോമീറ്റർ നീളമുള്ള തീരദേശ പാത എന്ന സ്വപ്നം യാഥാർത്ഥ്യമാകും. ഇതിലൂടെ വാഹനങ്ങളുടെ ശരാശരി വേഗത എന്നുള്ളത് 25 കിലോമീറ്ററിൽ നിന്നും 80 km/h എന്നതിലേക്ക് ഉയർത്താനും സാധിക്കും.
ഇവിടെ അറേബ്യൻ കടലിനടിയിൽ 2 കിലോമീറ്റർ നീളമുള്ള ഇരട്ട തുരങ്ക പാതയുമുണ്ട്. പ്രിൻസസ് ഫ്ലൈഓവർ റോഡിനെയും വോളി കടൽ ഭാഗത്തെയും പരസ്പരം ബന്ധിപ്പിക്കുന്ന 10 കിലോമീറ്റർ നീളമുള്ള ഈ പ്രൊജക്ടിന്റെ ആദ്യ ഭാഗത്തിന്റെ പണികൾ 75% പൂർത്തിയായിട്ടുണ്ട്. ഈ വർഷം അവസാനം ഇത് പൊതുഗതാഗതത്തിന് വേണ്ടി സജ്ജമാക്കാൻ സാധിക്കും. നമ്പർ 5, നേവി മുംബൈ ഇന്റർനാഷണൽ എയർപോർട്ട്. ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനമായ മുംബൈയിലേക്ക് ദൈനംദിനം ഒരുപാട് ആളുകൾ പല സ്ഥലത്തു നിന്നും പല രാജ്യങ്ങളിൽ നിന്നും എത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് തിരക്കേറിയ ഒരു നഗരമാണ് മുംബൈ. എന്നാൽ ഇവിടെ ആകട്ടെ ആകെ ഒരൊറ്റ ഇന്റർനാഷണൽ എയർപോർട്ട് മാത്രമേ ഉള്ളൂ. യാത്രക്കാരുടെ എണ്ണവും അനുദിനം വർദ്ധിച്ചു വരുന്നു. എന്നാൽ ഒറ്റ റൺവേ മാത്രം ഉള്ളതുകൊണ്ട് തന്നെ അധിക വിമാനങ്ങളും ഇവിടെ ഇറക്കാൻ സാധിക്കില്ല. ഇതുകൊണ്ടൊക്കെ തന്നെ എയർലൈൻ കമ്പനികൾ ഒരുപാട് ബുദ്ധിമുട്ടുകയാണ്. സോ ഈ ഒരു പ്രശ്നത്തിന് പരിഹാരമായിട്ടാണ് 2017 പുതിയൊരു എയർപോർട്ടിന്റെ നിർമ്മാണം തുടങ്ങിയത്. ഈ പ്രൊജക്ടിന്റെ ആദ്യ ഭാഗം അടുത്ത വർഷത്തോടുകൂടി പൂർണ്ണമായും പൂർത്തിയാകും. ഇനി ഈ പ്രൊജക്ടിന്റെ വരാനിരിക്കുന്ന ഭാഗങ്ങൾ അടുത്ത ദശാബ്ദത്തിൽ ആരംഭിക്കാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. $2.8 ബില്യൺ ആണ് ഇതിന്റെ നിർമ്മാണ ചെലവ് എന്നുള്ളത്. നേവി മുംബൈ എയർപോർട്ടിന് പ്രതിവർഷം 90 മില്യൺ ആളുകളെ താങ്ങാനുള്ള ശേഷിയുണ്ട്. ഈ പ്രൊജക്ട് മുഴുവനായും പൂർത്തിയാകുമ്പോൾ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ എയർപോർട്ടുകളിൽ ഒന്നായി മാറാൻ ഇതിന് സാധിക്കും. നമ്പർ 6, ദ മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക്. ഇനി മറ്റൊരു നവീകരിച്ച ഗതാഗത മാർഗമാണ് മുംബൈയും നവി മുംബൈയും പരസ്പരം ബന്ധിപ്പിക്കുന്ന 22 കിലോമീറ്റർ നീളമുള്ള 6 ലൈൻ സീ ബ്രിഡ്ജ് എന്നുള്ളത്. ഈ ഒരു പ്രൊജക്ട് മുംബൈയെ മറ്റ് നഗരങ്ങളായ നാഗ്പൂർ, ഗോവ, പൂനെ എന്നിവയുമായി കൂടുതൽ അടുപ്പിക്കും. 2004 ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയത്. എന്നാൽ അശാസ്ത്രീയമായ പണി കാരണം ആദ്യത്തെ 4 നിർമ്മാണ ശ്രമങ്ങളും പരാജയപ്പെട്ടു. അവസാനം 2018 മഹാരാഷ്ട്ര ഗവൺമെന്റ് 2 വ്യത്യസ്ത പുതിയ കരാറുകൾ ഇതിന്റെ നിർമ്മാണത്തിനായി അനുവദിച്ചു. സോ ഇതിലൂടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിൽ നടക്കുകയും 5 വർഷങ്ങൾ കൊണ്ട് പണികൾ പൂർത്തിയാകുകയും ചെയ്തു. 2024 മുതൽ ശരാശരി മണിക്കൂറിൽ 100 കിലോമീറ്റർ വേഗതയിലുള്ള 70,000 വാഹനങ്ങളെ ഇതിന് വഹിക്കുവാൻ സാധിക്കും. നമ്പർ 7, ധൊലേറ സോളാർ പാർക്ക്. കഴിഞ്ഞ കാലയളവിൽ ടെക്നോളജിയിൽ ഉണ്ടായ ഇന്ത്യയുടെ വലിയ മുന്നേറ്റം റിന്യൂവബിൾ എനർജി മേഖലയിലും വലിയ മാറ്റങ്ങൾക്ക് കാരണമായി. ഇന്ത്യൻ ഗവൺമെന്റ് വരും വർഷങ്ങളിലായി 175 ജിഗാവാട്ട് പവർ ഈ റിന്യൂവബിൾ എനർജി സോഴ്സിൽ നിന്നും ഉൽപ്പാദിപ്പിക്കാൻ പദ്ധതിയിട്ടിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു മെഗാ പ്രൊജക്റ്റാണ് ഈ ധൊലേറ സോളാർ പാർക്ക്. ഈ പ്രൊജക്റ്റ് 2 ഭാഗങ്ങളായിട്ടാണ് ചെയ്യുന്നത്. ഈ പ്രൊജക്റ്റ് യാഥാർത്ഥ്യമാകുന്നതോടെ 5 ജിഗാവാട്ട് എനർജി ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. ഇതിലൂടെ ഈ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സോളാർ പാർക്കായി മാറാനും ധൊലേറ സോളാർ പാർക്കിന് സാധിക്കും. നിലവിൽ ഈ പദ്ധതിയുടെ ആദ്യ ഭാഗത്തിന്റെ നിർമ്മിതികൾ പുരോഗമിച്ചു വരികയാണ്. ഈ വർഷം അവസാനം അതിന്റെ പണികൾ പൂർത്തിയാകും. 2030 ഈ പ്രൊജക്ടിന്റെ മുഴുവൻ പണികളും പൂർത്തിയാകും. $3 ബില്യൺ ആണ് ഇതിന്റെ നിർമ്മാണ ചെലവ് എന്നുള്ളത്. നമ്പർ 8, സർദാർ സരോവർ ഡാം. ലോകത്തിൽ ജനസംഖ്യയിൽ ഒന്നാമത് നിൽക്കുന്ന നമ്മുടെ രാജ്യം അഭിമുഖീകരിക്കുന്ന വെല്ലുവിളികളിൽ ഒന്നാണ് എല്ലാവർക്കും വേണ്ട രീതിയിലുള്ള ജലലഭ്യത ഉറപ്പുവരുത്തുക എന്നുള്ളത്. ഈ പ്രശ്നത്തിന് വലിയൊരു പരിഹാരമാണ് നർമ്മദ വാലി ഡെവലപ്മെന്റ് പ്രൊജക്ട് എന്നുള്ളത്. 1940 ആദ്യമായി ഈ പ്രൊജക്റ്റിനെ പറ്റിയുള്ള ചർച്ചകൾ ആരംഭിക്കുന്നത്. നർമ്മദ നദിക്ക് കുറുകെ ഡാമുകളും കനാലുകളും നിർമ്മിക്കുക എന്നുള്ളതായിരുന്നു ഈ പ്രൊജക്ടിന്റെ ഉദ്ദേശം. എന്നാൽ പല കാരണങ്ങൾ കൊണ്ടും ഈ പ്രൊജക്ടിന്റെ തുടർ പ്രവർത്തനങ്ങൾ മുടങ്ങിപ്പോയി. ശേഷം 1987 ഈ ഡാമിന്റെ നിർമ്മാണം ആരംഭിച്ചത്. എന്നാൽ പല നിയമപ്രശ്നങ്ങൾ കാരണം കൊണ്ടും സംസ്ഥാനങ്ങൾ തമ്മിലുള്ള തർക്കം കൊണ്ടും ഈ ഡാമിന്റെ നിർമ്മാണം തടസ്സപ്പെട്ടു. അവസാനം 30 വർഷത്തിന് ശേഷം 2017 1450 മെഗാവാട്ട് ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്റ്റായ ഈ മെഗാ പ്രൊജക്ട് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുന്നത്. $8.2 ബില്യൺ ആണ് ഇതിന്റെ നിർമ്മാണ ചെലവ്. ഇന്ത്യയിലെ 4 സംസ്ഥാനങ്ങൾ ജലസേചനത്തിനും വൈദ്യുതി ഉൽപാദനത്തിനുമായി ഈ ഡാമിനെയാണ് ആശ്രയിക്കുന്നത്. നമ്പർ 9, ഗിഫ്റ്റ് സിറ്റി ഗുജറാത്ത്. സമീപകാലത്തുണ്ടായ വലിയ നേട്ടങ്ങളുടെ ഫലമായി ഇന്ത്യ UK, US, സിംഗപ്പൂർ പോലെയുള്ള ആഗോള സാമ്പത്തിക കേന്ദ്രങ്ങളുമായി കൈകോർക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഗുജറാത്ത് ഇന്റർനാഷണൽ ഫിനാൻസ് ടെക് സിറ്റി ഇതിനു വേണ്ടിയുള്ള ഒരു ചുവടുവയ്പ്പാണ്. $11 ബില്യൺ മുതൽ മുടക്കി നിർമ്മിക്കുന്ന ഈ മെഗാ പ്രൊജക്ടിന്റെ നിർമ്മാണം 2013 ആരംഭിച്ചത്. ഇതിൽ ബാങ്കുകൾ, ക്യാപിറ്റൽ മാർക്കറ്റ് എന്റിറ്റീസ്, ഇൻഷുറൻസ് കമ്പനീസ്, മാനുഫാക്ചറിംഗ് യൂണിറ്റ്സ് എന്നിവയെല്ലാം അടങ്ങിയിട്ടുണ്ട്. 200ഓളം ബിസിനസ് സ്ഥാപനങ്ങളും ഈ 900 ഏക്കർ സ്ഥലത്ത് പ്രവർത്തിക്കുന്നുണ്ട്.
ദിവസവും $4 ബില്യൺ വിദേശ വിനിമയമാണ് ഇവിടെ നടക്കുന്നത്. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ബ്രോക്കേഴ്സ് ഫോറം, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് തുടങ്ങിയവയെല്ലാം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഇന്ത്യയിലെ ആദ്യത്തെ ബില്യൺ എക്സ്ചേഞ്ച് ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ ഇതൊരു സ്മാർട്ട് സിറ്റി മാത്രമാണ്, എന്നാൽ അധികം വൈകാതെ ഇത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗ്ലോബൽ സിറ്റിയായി മാറുന്നതാണ്. നമ്പർ 10, ധൊലേറ സ്മാർട്ട് സിറ്റി. ഇന്ത്യയിലെ തന്നെ ഏറ്റവും ചിലവേറിയ മെഗാ പ്രൊജക്റ്റാണ് ധൊലേറ സ്മാർട്ട് സിറ്റി. $22 ബില്യൺ ചിലവഴിച്ചാണ് ഇത് നിർമ്മിക്കുന്നത്. ധൊലേറ സ്മാർട്ട് സിറ്റിയിൽ എല്ലാ രീതിയിലുള്ള അത്യാധുനിക സൗകര്യങ്ങളുമുണ്ട്. ഹൈസ്പീഡ് റെയിൽവേ, ഹൈവേസ്, ഇന്റർനാഷണൽ എയർപോർട്ട് എന്നിവയെല്ലാം ഈ പ്രൊജക്റ്റിൽ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഇലക്ട്രോണിക്സ്, വ്യോമയാനം, പ്രതിരോധം ഇതിനൊക്കെ ആവശ്യമായിട്ടുള്ള മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രീസും ഇവിടെയുണ്ട്. മൊത്തത്തിൽ ഈ സ്മാർട്ട് സിറ്റി മുംബൈ നഗരത്തിന്റെ മൊത്തം വലിപ്പത്തിന്റെ 1.5 മടങ്ങ് ഉണ്ടായിരിക്കും. 2 മില്യൺ ആളുകളെ വരെ ഈ സ്മാർട്ട് സിറ്റിക്ക് വഹിക്കാനാകും. ഈ സ്മാർട്ട് സിറ്റിയുടെ ആദ്യ ഭാഗത്തിന്റെ നിർമ്മാണം നിലവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനാണ് ഇപ്പോൾ ശ്രദ്ധ നൽകുന്നത്. 15 വർഷം നീണ്ടു നിൽക്കുന്ന ഈ പ്രൊജക്ടിന്റെ നിർമ്മാണം 6 ഭാഗങ്ങളായിട്ടാണ് പൂർത്തിയാകുക. 8 പ്രധാനപ്പെട്ട ഇൻഡസ്ട്രിയൽ സിറ്റീസ് ഇവിടെ നിർമ്മിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും പല രീതിയിലുള്ള വിമർശനങ്ങളും ഈ പ്രൊജക്റ്റിനെ പറ്റി ഉയർന്നു വരുന്നുണ്ട്. പല വിമർശകരും പറയുന്നത് ധൊലേറ സ്മാർട്ട് സിറ്റി എന്നുള്ളത് ഒരു യുട്ടോപ്യൻ അർബൻ പ്ലാനിങ്ങിന്റെ ഭാഗമാണെന്നും വളരെ കുറഞ്ഞ വരുമാനം മാത്രമേ ഇതിലൂടെ ലഭിക്കൂ എന്നുള്ളതുമാണ്. അതുമാത്രമല്ല, ഇത്രയും വലിയ ഒരു തുക മുടക്കി ഈ പ്രൊജക്ട് നിർമ്മിക്കുന്നത് വികസനം ആവശ്യമായ മറ്റ് പല മേഖലകളുടെയും പുരോഗതിയെ ബാധിക്കുമെന്നും പറയുന്നു. എന്തായാലും ഇന്ത്യൻ ഗവൺമെന്റ് ഈ പദ്ധതിയുമായി തന്നെ മുന്നോട്ട് പോകുകയാണ്. മുകളിൽ പറഞ്ഞ ഈ മെഗാ പ്രൊജക്ട്സുകളിൽ ഏത് പ്രൊജക്റ്റാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് താഴെ കമന്റ് ചെയ്ത് അറിയിക്കുക.